കഴിഞ്ഞകാല പരാജയങ്ങൾ പഴങ്കഥയാക്കി പുതിയ സീസണിലേക്ക് കടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായി നിലകൊള്ളുക മൊറോക്കൻ സൂപ്പർ താരം നോഹ സദൂയിയും ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും തന്നെയായിരിക്കും. പുതിയ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ എല്ലാ മത്സര തന്ത്രങ്ങൾക്കും കളത്തിൽ ചുക്കാൻ പിടിക്കാൻ നിർണായക സ്ഥാനങ്ങളിൽ ഈ രണ്ടുപേരും നെടുങ്കോട്ടകളായി തന്നെ തുടരും. പുതിയ സൈനിങ്ങുകൾ ടീമിലെത്തുമ്പോഴും ലൂണ നോവ സഖ്യം തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ കുന്തമുനകളായി തുടരുക. മത്സര പരിചയവും ഭാവനാസമ്പന്നതയും നിറഞ്ഞ ഇവരിലൂടെയാവും കറ്റാല 2025-26 ISL മത്സരങ്ങൾക്ക് പുതിയ പോർമുഖം തുറക്കുക. സൂപ്പർ കപ്പിലെ വെറും 2 മത്സരങ്ങൾ കൊണ്ട് മാത്രം തന്നെ വിലയിരുത്തേണ്ട എന്ന് തെളിയിക്കാനുള്ള മത്സരങ്ങളാണ് കറ്റാലയ്ക്ക് മുന്നിൽ പുതിയ ISL സീസൺ. അതുപോലെ തന്നെ പരിക്കേറ്റ് ഇടക്കാലത്തിന് ശേഷം കളത്തിൽ മടങ്ങിയെത്തിയ അഡ്രിയാൻ ലൂണയ്ക്കും പുതിയ കളിക്കാലം വളരെ പ്രധാനമാണ്. തൽക്കാലം ഫോം നഷ്ടപ്പെട്ട നിലയിലാണെങ്കിലും ലൂണയിലെ പരിചയസമ്പന്നതയും മികവും മുതലെടുക്കാൻ തന്നെയാവും കറ്റാല ശ്രമിക്കുക. അതേസമയം സൂപ്പർ ലീഗിലും സൂപ്പർ കപ്പിലും മിന്നുന്ന പ്രകടനം തുടരുന്ന നോഹയെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളടിയന്ത്രമാക്കാനും കറ്റാല ശ്രമിച്ചേക്കും. സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ട് പിഴവുകൾ വരുത്തിയ ഹെമിനസിനെയും ഇത്തവണ എഴുതിത്തള്ളാൻ ഈ സാഹചര്യത്തിൽ കറ്റാലയ്ക്ക് കഴിയില്ല. പ്രതിഭയുള്ള ഹെമിനസ് തന്റെ മികച്ച പ്രകടനം തുടർന്നാൽ കൊമ്പന്മാർ ആക്രമണത്തിൽ ശൗര്യം കൂട്ടിയേക്കും. ഈ സീസണിലെ ആദ്യ വിദേശ സൈനിങ് എന്ന് പ്രതീക്ഷിക്കുന്ന സെർജിയോ കാസിൽ കൂടി ടീമിലെത്തുമ്പോൾ ഒത്തൊരുമയുള്ള 2 സ്പാനിഷ് സ്ട്രൈക്കർമാർ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തലവര തന്നെ മാറ്റിയെഴുതിയേക്കാം. നിലവിൽ പരിഗണിക്കപ്പെടുന്ന വിദേശ സെന്റർ ബാക്കിന്റെ സൈനിങ്ങും മികച്ച ഇന്ത്യൻ താരങ്ങളുടെ വരവും ISL കപ്പ് എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എക്കാലത്തെയും സ്വപ്നം ഇത്തവണ യാഥാർത്ഥ്യമാക്കിക്കൂടുന്നില്ല. ഓർക്കുക, ഫുട്ബോളാണ്. അതിൽ സ്ഥായിയായി ഒന്നും തന്നെയില്ല. അത് പരാജയമായാലും വിജയമായാലും.